യോന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംന അന്യാംശ ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. അഞ്ജനാനന്ദനം വീരം ജാനകീ ശോകനാശനം കപീശമക്ഷഹന്താരം വന്ദേ ലങ്കാഭയങ്കരം. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വമരോഗത അജാഡ്യം വാക്പടുത്വം യ ഹനുമത്സ്മരണാത് ഭവേത്. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. വാൽമീകി മഹർഷി രചിതമായ ശ്രീമദ് രാമായണം 24,000 ശ്ലോകങ്ങളെ കൊണ്ട് വാൽമീകി മഹർഷി ആ രാമചന്ദ്രപ്രഭുവിൻ്റെ ചരിത്രം മുഴുവൻ വർണ്ണിച്ചു. അതിൻ്റെ സാരമായ ഉപദേശം എന്നുള്ളത് പറയാനായിട്ട് അധികം ശ്ലോകമൊന്നും വേണ്ട. രാമൈവ വർത്തിതവ്യം നഹി രാവണാധിപത്. 24,000 ശ്ലോകങ്ങളിലൂടെ വർണ്ണിച്ചതായ രാമായണത്തിൻ്റെ ചുരുക്കമായ തത്വം അതാണ്. രാമൈവ വർത്തിതവ്യം നഹി രാവണാധിപത്. രാമസ്യ അയനം ഇത് രാമായണം. അയനം എന്ന് വെച്ചാൽ യാത്ര. രാമചന്ദ്രസ്വാമി സഞ്ചരിച്ചതായ യാത്ര ഒരു സാധാരണ മനുഷ്യനെ പോലെ അവതരിച്ച ഭഗവാൻ ധർമ്മമാർഗത്തിലൂടെ മാത്രം യാത്ര ചെയ്തു. എന്തിനു വേണ്ടി? സ്വധർമ്മം ഗൃഹമേദീയം ശിക്ഷയൻ സ്വയം ആചരത്. ധർമ്മമാർഗത്തിന് ഉപദേശിക്കാൻ വളരെ എളുപ്പമാണ്, ധാരാളം പറയാം. പക്ഷേ അവനവൻ്റെ ജീവിതത്തിൽ അത് അനുഷ്ഠിക്കേണ്ടി വരുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് ശിക്ഷയൻ സ്വയം ആചരത്. കൃഷ്ണാവതാരത്തിൽ ഇത് തന്നെ. അവിടെ നാരദരോട് ഭഗവാൻ പറയുന്നുണ്ട്, ബ്രഹ്മൻ ധർമ്മസ്യ വക്താഹം കർത്ത തദനുമോദിത തച്ഛിക്ഷയൻ ലോകമിമമാസ്ഥിത. എങ്കിലും രാമാവതാര കാലത്ത് ഭഗവാൻ ഒരു സാധാരണ മനുഷ്യനെ പോലെ അന്ന് ധർമ്മങ്ങൾ മുഴുവൻ ആചരിച്ചു. എന്തിനു വേണ്ടി ആ ധർമാചരണം? കാരണം മനുഷ്യജന്മം എന്ന് പറയുന്നത് ദുർലഭം മാനുഷം ജന്മ തദപി അധ്രുവം അർത്ഥദം. പരമാർത്ഥമായ മോക്ഷത്തിലേക്കുള്ള യാത്രയായിരിക്കണം മനുഷ്യജീവിതം. ധർമാർത്ഥ കാമ മോക്ഷത്തിലെ പരമാർത്ഥം എന്ന് പറയുന്നത് മോക്ഷം, ഭഗവത് പ്രാപ്തി. അപ്പോൾ അതിലേക്കുള്ള യാത്ര അതെങ്ങനെ ധർമ്മം ആചരിച്ചുകൊണ്ട് ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമാണ് നമുക്ക് ആ ഭഗവത് പ്രാപ്തിയിലേക്ക് എത്താൻ സാധിക്കുക. അപ്പോൾ ഭഗവാൻ ആ ധർമ്മം മുഴുവൻ ആചരിച്ച്, അതുകൊണ്ട് തന്നെ രാമോ വിഗ്രഹാൻ ധർമ്മ എന്ന് പറയുന്നു. അതും പറഞ്ഞത് ആരാ? വാൽമീകി ആരെ കൊണ്ടാണ് പറയിച്ചത്? രാവണൻ്റെ മാതുലനായ മാരീചനാണ് പറയുന്നത് രാമോ വിഗ്രഹാൻ ധർമ്മ. നോക്കൂ, ഒരു ശത്രുപക്ഷത്തുള്ള ഒരാൾ രാമനെക്കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം ആ മനുഷ്യജീവിതത്തിന് അത് സ്വാധീകരിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്കത് മനസ്സിലാക്കാം. മാരീചനാണ് പറയുന്നത് രാമോ വിഗ്രഹവാൻ ധർമ്മ. ആ രാമചന്ദ്രസ്വാമിയുടെ ജീവിതം മുഴുവൻ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ എവിടെയും ധർമ്മമാചരണം അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. ആ രാമായണത്തിന് മുഴുവൻ പിതൃധർമ്മം, പുത്രധർമ്മം, മാതൃധർമ്മം, ഭൃത്യധർമ്മം, ഭാര്യാധർമ്മം എന്നിങ്ങനെ പോയി കഴിഞ്ഞാൽ മുഴുവൻ ധർമ്മ ആചരണം മാത്രമേ ഉള്ളൂ. ഒരു സുപ്രഭാതത്തിൽ ദശരഥ മഹാരാജാവ് വിളിച്ചു പറയുന്നു, ദാ രാമചന്ദ്ര, നാളെ നിനക്ക് രാജ്യാഭിഷേകം. അതും അച്ഛൻ്റെ ഒരു കൽപ്പനയായിട്ട് കരുതി. അടുത്ത ദിവസം പ്രഭാതത്തിൽ 24 മണിക്കൂറായില്ല, പറയുന്നു, അച്ഛൻ പറയുന്നു, പിതാവ് പറയുന്നു, വനവാസം. അതും പിതാവിൻ്റെ കൽപ്പനയായിട്ട് കരുതി. രണ്ടിനെ ഒരുപോലെ കാണാൻ സാധിച്ചു രാമചന്ദ്രസ്വാമിക്ക്. നമ്മൾ സാധാരണ മനുഷ്യന് അത് സാധിക്കുമോ? ഇല്ല. ഇന്ന് പറയുന്നു നാളെ രാജ്യാഭിഷേകം, നാളെ രാവിലെ പറയുന്നു വനവാസം.
അപ്പോൾ അവിടെ ഒരു പുത്രധർമ്മം, പിതാവ് എന്തു പറയുന്നോ അതനുസരിക്കുക, അത് പുത്രധർമ്മം. അങ്ങനെ ഓരോ ഘട്ടങ്ങളിലും നമുക്ക് നോക്കി വന്നു കഴിഞ്ഞാൽ അവിടെ ധർമാചരണം കാണാം. ലക്ഷ്മണസ്വാമി തൻ്റെ ഭ്രാതാവായ രാമചന്ദ്രസ്വാമിയോട് കൂടെ കാട്ടിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു. ലക്ഷ്മണസ്വാമി കാട്ടിലേക്ക് പോകണം എന്നുള്ളത് കൈകേയി പറഞ്ഞിട്ടില്ല. പക്ഷെ എങ്കിലും അദ്ദേഹം ആ ഭ്രാതാവിനോടുള്ള ആ ധർമ്മം അനുസരിച്ചുകൊണ്ട് പുറപ്പെട്ടു. ആ സമയത്ത് ഒരു മാതൃധർമ്മം അവിടെ കാണിക്കുന്നുണ്ട്. തൻ്റെ അമ്മയായ സുമിത്രയോട് ചെന്ന് പറയുന്നു, ഞാൻ ദാ ജ്യേഷ്ഠൻ്റെ കൂടെ കാട്ടിലേക്ക് പോകാൻ പോവാണ്. ഒരു സാധാരണ മാതാവാണെങ്കിൽ എന്ത് പറയും, ഈ ഒന്നും പോകേണ്ട ആവശ്യമില്ല, ഇവിടെ തന്നെ ഇരുന്നാൽ മതി, കൈകേയി പറഞ്ഞിട്ടില്ലല്ലോ പോകണം എന്നുള്ളത്. പക്ഷേ ആ സുമിത്ര മാതാവ് എന്താ പറഞ്ഞത്, രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം അയോധ്യാമടവീം വിദ്ധി ഗച്ഛതാത യഥാസുഖം, സൗഖ്യമായിട്ട് പോയിട്ട് വരുമെന്നാണ് പറഞ്ഞത്. ജ്യേഷ്ഠനായ രാമചന്ദ്രനെ പിതാവിനെ പോലെയും ജ്യേഷ്ഠപത്നിയായ സീതാദേവിയെ ഞാനായിട്ടും മാം വിദ്ധി ജനകാത്മജാം അയോധ്യാമടവീം വിധി, നീ സഞ്ചരിക്കുന്ന കാടിനെ അയോധ്യയായിട്ട് വിചാരിച്ചുകൊണ്ട് സഞ്ചരിച്ചോളൂ, യഥാസുഖം, സുഖമായിട്ട് പോയിട്ട് വരുന്നു. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ എവിടെയും രാമായണത്തില്ല, വേറെ ചില വാൽമീകി രാമായണത്തിനെ ആധാരമാക്കിക്കൊണ്ട് പലരും രാമായണം രചിച്ചിട്ടുണ്ട്. അതിൽ ഒരിടത്ത് ആ വിഭീഷണ ശരണാഗതിയുടെ സമയത്ത്, അത് വാൽമീകി രാമായണത്തില്ല, വിഭീഷണ ശരണാഗതി അവിടെ വരേണ്ട ശത്രുപക്ഷത്തിൽ നിന്ന് വന്ന ആൾക്കും അഭയം കൊടുക്കുന്നുണ്ട്. കാരണം അഭയം ചോദിച്ചു വരുന്ന ആൾക്ക് അഭയം കൊടുത്തിരിക്കണം. ആകാശമാർഗത്തിൽ നിന്ന് വിഭീഷണസ്വാമി വന്ന് അഭയം ചോദിക്കുമ്പോൾ രാമചന്ദ്രസ്വാമി ഒരു സാധാരണ മനുഷ്യനെ പോലെ എല്ലാ വാനരൻ വീരന്മാരോടും ചോദിച്ചു, അഭയം ചോദിക്കണ്ടല്ലോ, കൊടുക്കണോ? എല്ലാവരും പറഞ്ഞു കൊടുക്കരുത്, ശത്രുപക്ഷത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ആഞ്ജനേയസ്വാമി മാത്രമാണ് പറഞ്ഞ് സീതാന്വേഷണ ആവശ്യത്തിലേക്ക് വേണ്ടി പോയപ്പോൾ വിഭീഷണനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, കൊടുക്കുന്നതിന് കുഴപ്പമില്ല. അവിടെ രാമചന്ദ്രസ്വാമി പറയുന്ന ഒരു വാക്യമുണ്ട്, പരിപൂർണ്ണ ശരണാഗതിയുടെ തത്വം എന്താണെന്നുള്ളത് അവിടെ രാമചന്ദ്രസ്വാമി സ്വന്തം വാക്കുകളിലൂടെ പറയുന്നു. സഹൃദേവ പ്രപന്നായ തവാസ്മീതി ജയാജതേ അഭയം സർവഭൂതേഭ്യോ ദദാമി ഏതത് വ്രതം മമ. ആരായാലും ശരി എന്നെ വന്ന് ശരണാഗതി ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അവർക്ക് അഭയം കൊടുത്തിരിക്കും. ഏതത് വ്രതം മമ, അതെൻ്റെ ഒരു നിഷ്ഠയാണ്. തമിഴിൽ രാമായണം എഴുതി കമ്പൻ എന്നുള്ള കവി. അതിലൊരു ശത്രുവിനോടുള്ള ധർമ്മത്തിനെ കുറിച്ച് പറയുന്നു. രാമചന്ദ്രസ്വാമിയും രാവണനും തമ്മിൽ നേർക്കുള്ള അവസാന ഘട്ടം യുദ്ധം. രാമരാവണയോർ യുദ്ധം രാമരാവണയോരിവ എന്നാണ് പറഞ്ഞത്. അതുപോലെ വേറൊരു യുദ്ധം ഉണ്ടായിട്ടില്ല. അവിടെ ആദ്യത്തെ ദിവസം യുദ്ധം കഴിഞ്ഞപ്പോൾ ശത്രു ക്ഷീണിതനാണെന്ന് അറിഞ്ഞപ്പോൾ അവിടെ കമ്പരെന്നുള്ള ആ കവി, ആ ഭക്തര്, അദ്ദേഹത്തിൻ്റെ രാമായണത്തിൽ എഴുതി, ഇன்று പോയി നാളെ ഈ വാ, ഇന്ന് ക്ഷീണിച്ചിരിക്കുന്നു, ഇന്ന് പോയിട്ട് നാളെ സുഖമായിട്ട് വരും, നമുക്ക് വീണ്ടും യുദ്ധം ചെയ്യാം. വേണമെങ്കിൽ ശത്രു ക്ഷീണിച്ചിരിക്കുമ്പോൾ അപ്പോൾ തന്നെ രാവണൻ്റെ കഥ കഴിക്കാം, നിഗ്രഹിക്കാം. ചെയ്തില്ല, അടുത്ത ദിവസത്തേക്ക് വരാൻ പോകും. അപ്പം ഇങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും ധർമ്മം മാത്രം ആചരിച്ചിട്ടുള്ള ഒരു അവതാരം, അതാണ് രാമചന്ദ്ര മഹാപ്രഭുവിൻ്റെ അവതാരം. ആ രാമായണത്തിലൂടെ, അതും വേദത്തിൻ്റെ വ്യാഖ്യാനമായിരിക്കുന്ന, കാരണം 24,000 ശ്ലോകങ്ങൾ എഴുതിയത് ഓരോ 1000 ശ്ലോകം ഗായത്രിയുടെ ഓരോ അക്ഷരം വെച്ചുകൊണ്ട്. തത്സവിതുർവരേണ്യം തപസ്വാധ്യായ നിരതം തപസ്വീ വാഗ്വിതാംബരം നാരദം പരിപ്രജ വാൽമീകിർമുനി. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഓരോ അക്ഷരം. അപ്പോൾ ആ പരമമന്ത്രമായ, വേദത്തിലെ പരമമന്ത്രമായ ഗായത്രിയുടെ ഓരോ അക്ഷരങ്ങൾ വെച്ചുകൊണ്ട് ഓരോ 1000 ശ്ലോകങ്ങൾ ആരംഭിക്കുമ്പോൾ അത് ആ വേദതത്വങ്ങൾ മുഴുവൻ നമുക്കത് ഉപദേശിച്ചിരുന്നു. വേദത്തിൻ്റേതായ ആ സകല വ്യാഖ്യാനങ്ങളും രാമായണത്തിലൂടെ വരുന്നു. ആ രാമായണം വായിച്ച് പഠിച്ച് നമ്മളും ജീവിതത്തിൽ ആ ധർമ്മ ആചരണം നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കും ആ പരമ അർത്ഥമായിരിക്കുന്ന മോക്ഷത്തിലേക്ക് നമുക്കും എത്താൻ സാധിക്കും. അതിന് ആ ആഞ്ജനേയ സ്വാമി അനുഗ്രഹിക്കട്ടെ.
ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.